വയറുവേദനിക്കുന്നു. ഇച്ചായ 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 അതാ വരുന്നടേ. എന്താടി എന്തുറ്റി? എന്താന്ന് അറിയത്തില്ല ഇച്ചായ, എനിക്ക് ഭയങ്കരമായിട്ട് വയറുവേദനിക്കുന്നു. നടുവിനൊക്കെ ഭയങ്കര വേദന, ശരീരം അങ്ങോട്ട് കുഴയുന്നു, ഒട്ടും പറ്റുന്നില്ല, ഭയങ്കര വയറുവേദനയാ. എടി എന്നാ നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഇത് വെച്ചോണ്ടിരിക്കണ്ട. ഈ സമയത്ത് ഇത് എന്താ ബുദ്ധിമുട്ട് വരുന്നത് നമുക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും ഒന്ന് പോയി ഡോക്ടറെ കാണാം വാ. കുഴപ്പമില്ല ഇച്ചായ, കുറച്ചു നേരം കിടന്നാൽ മാറുമായിരിക്കും. ഈ സമയത്ത് എല്ലാവർക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നയാ. പക്ഷെ ഇത് വല്ലാത്തൊരു വേദന ഇച്ചായ, ഭയങ്കരമായിട്ട് വേദനിക്കുന്നു. എന്തായാലും നോക്കട്ടെ. എന്നാൽ നീ എഴുന്നേക്ക് വാ, നമുക്ക് അകത്ത് പോയി കിടക്കാം. പക്ഷെ നേരെ റെസ്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പം കുറയും. വാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ചെയ്തു തരാം. എഴുന്നേക്കാൻ പറ്റുന്നില്ല ഇച്ചായ. എന്തു പറ്റി പെട്ടെന്ന് ഇങ്ങനെ? ഭയങ്കര വേദന. എന്നാ വാ ഹോസ്പിറ്റലിൽ പോവാ. വാ വിഷമിക്കണ്ടാടി, എല്ലാം ശരിയാവും. നീ വാ. ഇങ്ങനെ വിഷമിച്ചിട്ട് എന്താ കാര്യം? ഇനിയിപ്പം വിടാതെ പോയത് പോയി. നമുക്ക് ആ കുഞ്ഞ് വിളിച്ചിട്ടില്ലായിരുന്നു. ഒരാട് ആഗ്രഹിച്ചല്ലായിരുന്നു. എടി, നമ്മുടെ ആഗ്രഹം മാത്രം നടക്കണമെന്ന് വാശി പിടിച്ച് എങ്ങനെ കാര്യം നടക്കുന്നത്? ആ കുഞ്ഞ് നമുക്ക് വിധിച്ചിട്ടില്ലായിരുന്നു. ചിലപ്പോൾ ഇതിനേക്കാളും നല്ലൊരെണ്ണം നമുക്ക് കിട്ടും. നീ അങ്ങനെ ആശ്വസിക്കേ. പോട്ടെ, എന്റെ കുഞ്ഞിനെ എടുത്തത് എന്റെ കുഞ്ഞ്. പോട്ടെ, ക്ഷമിക്ക്. അത് വിടെന്തായാലും നീ വായിച്ച നേരം കിടക്കാം. എഴുന്നേക്ക്. നീ തൽക്കാലം ഒന്ന് കിടക്ക. എന്തായാലും നീ എന്തായാലും കിടക്ക്. ഞാൻ കഴിക്കാൻ എന്തായാലും ഇച്ചിരി എടുത്തോണ്ട് വരാം. എനിക്കിപ്പോൾ ഒന്നും വേണ്ട ചേ, എനിക്കൊന്ന് കിടന്നാ മതി, വയ്യ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുന്ന? ഡോക്ടർ പ്രത്യേകം പറഞ്ഞില്ലേ നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കണമെന്ന്. റെസ്റ്റ് മാത്രമല്ല, നല്ല രീതിയിൽ ഭക്ഷണവും കഴിക്കണം ഈ ഒരു സമയത്ത്. അങ്ങനെയൊന്നും പറഞ്ഞാൽ ശരിയാവത്തില്ല. ഞാൻ എന്തായാലും എടുത്തോണ്ട് വരാം. എന്തായാലും കിടക്ക. എത്ര നേരമായിട്ട് ഇന്ന് കിടന്ന് വിളിക്കുന്നത്? നീ എന്ത് ചിന്തയിലാണ് നിൽക്കുന്നത്? വിളിച്ചിട്ട് കേൾക്കൊന്നുമില്ലല്ലോ. അതല്ല ഇച്ചായ, ആശിച്ചു മോച്ചൊരു കുഞ്ഞിനെ കിട്ടിയതാ, അതും നഷ്ടമായിപ്പോയി. പിന്നെ നാട്ടുകാരുടെയും വീട്ടുകാരുടെയൊക്കെ കുറ്റപ്പെടുത്തലും ചോദ്യങ്ങളും. എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞില്ല അതൊന്നും ശ്രദ്ധിക്കാൻ നിൽക്കേണ്ടെന്ന്. ദൈവം എന്താണോ വിധിച്ചേക്കുന്നത് അതുപോലെ നടക്കും. അത്രയും ചിന്തിച്ചാൽ മതി. എന്തായാലും നിനക്ക് പ്രഗ്നൻ്റ് ആവാൻ പറ്റുമെന്നുള്ളത് അറിഞ്ഞല്ല. ആ കുഞ്ഞിനെ നമുക്ക് വിധിച്ചിട്ടില്ല, അതുകൊണ്ട് അത് പോയത്. അങ്ങനെ ചിന്തിക്കുന്നേ. ഇനിയിപ്പോൾ ഒരുപക്ഷെ നമുക്ക് രണ്ടുപേർക്കും കുഞ്ഞുങ്ങളുണ്ടായില്ലെന്ന് വെച്ചിപ്പോൾ എന്താ കുഴപ്പം? നിനക്കോ എനിക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് നമ്മൾ മതി, വേറെ ആരും വേണ്ട. നീ ആൾക്കാർ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ നമ്മുടെ ജീവിതത്തിലോട്ട് ശ്രദ്ധിക്കാൻ നോക്ക്. ഇങ്ങനെ ആക്കി നിന്നിട്ട് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരുണ്ട്? നിനക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ പിന്നെ എനിക്കാരാ ഉള്ളത്? നീ അതൊക്കെ ചിന്തിക്കാൻ നോക്ക്, വെറുതെ ഇരുന്ന് ഓരോന്നും ചിന്തിക്കാതെ. ഇച്ചായ, ഈ മാസം എനിക്ക് പീരിയഡ്സ് തെറ്റി. എത്ര ദിവസമായി? കുറച്ച് ദിവസമായി. സാധാരണ ഇങ്ങനെ വരുന്നില്ല. കറക്റ്റായിട്ടല്ലേ ഇത്ര നാളുണ്ടായിരുന്നേ. ഈ മാസം എന്താ എങ്ങനെയാണെന്ന് അറിയില്ല. ജസ്റ്റ് കാർഡ് ടെസ്റ്റ് ചെയ്ത് നോക്കിയാലോ? അതൊന്നും ആവശ്യമില്ല ഇച്ചായ, എന്തെങ്കിലും ഹോർമോൺ ചേഞ്ച് ആയിരിക്കും. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. എന്തായാലും കഴിഞ്ഞ തവണ ഇതുപോലെ തന്നെയല്ലായിരുന്നോ? എന്നിട്ട് ഒരുപാട് ആഗ്രഹിച്ചു, പ്രതീക്ഷിച്ചു, ഒക്കെ നഷ്ടമായി പോയിട്ടില്ല ഇച്ചായ. അപ്പോൾ ഇത് അങ്ങനെ ഇപ്പം ചിന്തിച്ചുകൊണ്ടിരിക്കാൻ പറ്റുമോ? ഒരു 50 രൂപ കൊടുത്തൊരു കാർഡ് വാങ്ങിച്ചൊന്ന് നോക്കുന്നുണ്ടോ ഇല്ലയെന്നുള്ളത്. അതിനിപ്പോൾ എന്തിനാ ഇത്രയും ചിന്തിക്കുന്നത്? ഉണ്ടെങ്കിൽ അത്രയും കെയർ ചെയ്യാം.
ഇല്ലെന്നുണ്ടെങ്കിൽ പോട്ട്, ഒരു 50 രൂപയുടെ കേസല്ലേ ഉള്ളു. എന്തായാലും നമുക്കൊന്നും അറിയാൻ പറ്റൂല എന്താണെന്നുള്ളത്. എനിക്ക് വല്ല പ്രതീക്ഷ ഒന്നുമില്ല ചേച്ചി, അതുകൊണ്ട് പറഞ്ഞു. അങ്ങനെ പ്രതീക്ഷ ഇല്ലെന്ന് പറയാനൊന്നും പറ്റത്തില്ല. നമ്മൾ എന്താണോ വിശ്വസിക്കുന്നത് അതുപോലെ നടക്കത്തുള്ളൂ. ഇല്ലാന്ന് വിചാരിച്ചാൽ ഇല്ല, ഉണ്ടെന്ന് വിചാരിച്ചാൽ ഉണ്ട്, അതത്രേ ഉള്ളൂ. എന്തായാലും നോക്കുന്നുണ്ട് നഷ്ടമൊന്നുമില്ലല്ലോ നമുക്ക്. ഞാൻ എന്തായാലും കാറിൽ ഒരെണ്ണം മേടിച്ചോണ്ട് വരാം, എന്നിട്ട് നോക്കാം എന്തുവാണെന്നുള്ളത്. ചെക്ക് ചെയ്താ ഏതായാലും ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്, എന്തുവായാലും അറിയാം. നോക്കെന്തായാലും എന്താടി? ഇല്ലേ, കുഴപ്പമില്ല, ഉണ്ടല്ലോ. നീ എന്തിനാ പിന്നെ കരയുന്നത്? നീ എന്തിനാ കരയുന്നത്? ഇതിപ്പോ ഉണ്ടല്ലോ. ദൈവം നമ്മളെ വീണ്ടും ഈ കുഞ്ഞിനെങ്കിലും നല്ല രീതിയിൽ നമുക്ക് കിട്ടിയാൽ മതിയായിരുന്നു. വിഷമിക്കാതെ, ഉറപ്പായിട്ടും പ്രതീക്ഷിച്ചില്ല. ദൈവമുണ്ട് നമ്മുടെ കൂടെ. കരയാതെ. ഇത് എങ്ങനെയായി പാലിച്ചായ? നമുക്ക് ചിലപ്പോൾ കുഞ്ഞിനെ വിധിച്ചിട്ടുണ്ടാവത്തില്ലടി, അതുകൊണ്ടാ ആദ്യത്തെ കുഞ്ഞിനെ എടുത്ത് രണ്ടാമത്തെ കുഞ്ഞിനെ എടുക്കാനും പോകുന്നു. അറിഞ്ഞുകൊണ്ടൊരു കുഞ്ഞിൻ്റെ ജീവൻ ഇല്ലാതാക്കാൻ പോവുക. ഒരുപാട് ആഗ്രഹിച്ച് ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷിക്കുകയും ചെയ്ത്, എന്നിട്ടിപ്പോൾ നമ്മുടെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ നമ്മൾ തന്നെ പോകുന്നു. എനിക്ക് ഓർക്കാൻ കൂടി വയ്യ. ഇത്ര ദിവസം നല്ല സന്തോഷത്തോടെ ജീവിച്ചതാ. ഇപ്പൊ എന്റെ കുഞ്ഞിനെ അറിഞ്ഞുകൊണ്ടില്ലാതാക്കാൻ പറ്റുന്നില്ല ചായ. എന്തായാലും കളഞ്ഞില്ലേ പറ്റൂ. ആ കുഞ്ഞ് വളർന്നു വരുവാണെങ്കിൽ നിനക്കും കൂടെ പ്രശ്നം. ട്യൂബിനകത്താവുന്ന അതേ കുഞ്ഞ്, അതവിടെ സേഫും അല്ല. എന്തായാലും ഡെലിവറി ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കേട്ടയില്ലേ ഓരോരുത്തർ പറയുന്നത്, ട്യൂബിനകത്ത് കുഞ്ഞായിട്ട് ലാസ്റ്റ് ട്യൂബ് പൊട്ടുന്ന കഥയൊക്കെ. എന്തായാലും കുഞ്ഞിന് വേണ്ടി നിന്റെ ജീവനും കൂടെ അപകടത്തിലാക്കാൻ പറ്റത്തില്ലല്ലോ. ആദ്യത്തെ കുഞ്ഞിനെ കിട്ടിയില്ല, ഇതിനെങ്കിലും നല്ല രീതി കിട്ടുമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതാ. ചിലപ്പോൾ വിധി ഇങ്ങനെ ആയിരിക്കും. സഹിക്കാം, അത്രേ പറ്റൂ. എന്തായാലും 2 ദിവസം കൂടി കഴിഞ്ഞിട്ടൊരു സ്കാൻ ഉണ്ടല്ലോ, അതും കൂടെ നോക്കാം. അതിലെന്താണ് വരുന്നതെന്ന് അന്നേരം അറിയാമല്ലോ. ദൈവം തരാനാണെങ്കിൽ തരട്ടെ, അതല്ല എടുക്കാനാണെങ്കിൽ എടുക്കട്ടെ. കാരണം നമ്മളിവിടെ കിടന്ന് കരഞ്ഞിട്ടോ കൂവിയിട്ടോ കാര്യമില്ലല്ലോ. നീ വിഷമിക്കാതിരിക്കുക, കരഞ്ഞ അസുഖം കൂട്ടാതെ. ഒരു പക്ഷേ ഇനി നീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞിന് എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാലോ. ആ സ്കാനിങ് കൂടെ അറിയട്ടെ. എൻ്റെ ഈശോയെ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് തരണേ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് കിട്ടിയതാ. നാട്ടുകാരുടെ വീട്ടുകാരുടെയൊക്കെ കുറ്റപ്പെടുത്തുന്നത് രക്ഷിക്കാനായിട്ടെങ്കിലും എനിക്ക് ഈ കുഞ്ഞിനെ തരണേ എൻ്റെ ഈശോയെ.